രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രി ബോധം കെട്ട് വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നമ്മുടെ മലയാളിയായ AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ ഇത്തരം ചില വാർത്തകൾ വന്നതിനെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു. ഇനി വെയിൽ കൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയാമല്ല. വെയിലത്ത് പ്രതിരോധ മന്ത്രി നിൽക്കേണ്ടി വരുമോ എന്നെനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം കുഴഞ്ഞു വീണിട്ട് അദ്ദേഹത്തെ പട്ടാളക്കാർ കോരി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ചിത്രമുണ്ട്. കണ്ടിട്ടുണ്ട് നിങ്ങൾ? കണ്ടിട്ടില്ലെങ്കിൽ ദാ കണ്ടോളൂ. നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാലത്തും ഭയപ്പെട്ടിരുന്ന രാജ്യമാണ് ചൈന. ചൈനയുമായി 62-ൽ യുദ്ധമുണ്ടായി, നമ്മൾ തോറ്റുപോയി. ഇന്ത്യൻ പട്ടാളം ദയനീയമായി തോറ്റു. രാജ്യവിരുദ്ധതയൊന്നുമല്ല പറയുന്നത്, ദയനീയമായി തോറ്റു. തോക്കാനുള്ള കാരണം നെഹ്റുവിൻ്റെ വളരെ വേണ്ടപ്പെട്ട യുദ്ധപരിചയമില്ലാത്ത ഒരാളെ ഈ പട്ടാള നീക്കത്തിൻ്റെ സേനാനായകനായിട്ട് നിയമിച്ചു. അയാൾ സുഖമില്ലാതിരുന്നിട്ടും ചാർജ് മറ്റൊരാൾക്ക് കൈമാറാതെ വീട്ടിലിരുന്ന് ടെലഫോൺ വഴി യുദ്ധം നയിച്ചു. ടെലഫോൺ വഴി, തപാൽ വഴി നീന്തൽ പഠിക്കുന്നു എന്ന് പറയുന്നത് പോലെ. മാത്രമല്ല, നമ്മുടെ പട്ടാളക്കാർക്ക് നല്ല ബൂട്ടുകൾ പോലും ഉണ്ടായിരുന്നില്ല. നല്ല ചങ്കുറപ്പ് മാത്രമായിരുന്നു ഇന്ത്യൻ പട്ടാളത്തിനുണ്ടായിരുന്നത്. ഇന്ത്യൻ പട്ടാളത്തിന് അത്തരം ചങ്കുറപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജസ്വന്ത് സിംഗിനെ കുറിച്ച്. നരനാങ് വാർ എന്ന് പറയുന്ന ഒരു യുദ്ധമേഖല, ആ യുദ്ധമേഖലയിൽ പ്രവർത്തിച്ച റൈഫിൾമാനായിരുന്നു ജസ്വന്ത് സിംഗ് റാവത്ത്. അദ്ദേഹം തനിച്ച് നിൽക്കുമ്പോൾ നൂറുകണക്കിന് ചൈനീസ് പട്ടാളക്കാർ ഇരച്ചു കയറി വന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ജസ്വന്ത് സിംഗ് ചൈന ഭടന്മാരെ നേരിട്ടു. നൂറുകണക്കിന് ചൈനീസ് ഭടന്മാരെ വെടിവെച്ചു കൊന്നു. അവസാനം വെടിയേറ്റ് മരിച്ചു. ഇന്ത്യൻ ആർമി അവിടെ ഒരു സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിൽ ജസ്വന്ത് സിംഗിൻ്റെ ബൂട്ടുകളും യൂണിഫോമും സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം സൈന്യത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്രമോഷനുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശമ്പളം കൃത്യമായി വീട്ടിലേക്ക് അയക്കുന്നു. അതൊരു ഇതിഹാസമാണ്. 1962-ലെ ഇതിഹാസമാണ് ജസ്വന്ത് സിംഗിൻ്റെ കഥ. അത് ജസ്വന്ത് ഘട്ട് എന്ന് പറയുന്ന ഒരു സ്മാരകം അവിടെയുണ്ട്. ആ സ്മാരകം ഇരിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയായിരുന്നു ചൈന. അത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇന്ത്യ ഇപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അത് ചൈന അവകാശവാദം ഉന്നയിച്ചു പേരിട്ട് വെച്ചിരുന്ന ജസ്വന്ത് ഘട്ട്, മഹാവീര ചക്രം കൊടുത്ത് രാജ്യം ആദരിച്ച ജസ്വന്ത് ഘട്ട് നമ്മുടേതാക്കി കാണിച്ച് നമ്മൾ ചരിത്രത്തിലാദ്യമായി, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളിന് ശേഷം ആദ്യമായി നമ്മൾ മാപ്പുണ്ടാക്കിയിരിക്കുന്നു. ചൈനയോട് പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. ചൈനയെ പേടിച്ച് കാലം അത്രയും ചെയ്യാതിരുന്ന ആൻ്റണിയുടെ കാലത്ത്, ആൻ്റണി വരെയുള്ള പ്രതിരോധ മന്ത്രിമാരുടെ കാലത്ത് ചൈനീസ് അതിർത്തിയിൽ റോഡുണ്ടാക്കത്തില്ല. അത് ചൈന കയറി വരും. ചൈനയ്ക്ക് പ്രകോപനം ഉണ്ടാവും റോഡുണ്ടാക്കിയാൽ. ഞാൻ അതിൻ്റെ കഥ പറയാം. ഇനി തീർന്നില്ല. ഹവിൽദാർ ഷേർ താപ്പ ഇതുപോലത്തെ വലിയൊരു ഇതിഹാസമാണ്. വലിയ ഇതിഹാസമായ ഒരു സൈനികൻ. ജമ്മു കാശ്മീർ റൈഫിൾസിലെ ഭടനായിരുന്നു. 62-ലെ യുദ്ധത്തിൽ, ചൈനീസ് യുദ്ധത്തിൽ സുബൻസിരി മേഖലയിലെ റിയോ ബ്രിഡ്ജ് എന്ന് പറയുന്ന പാലത്തിൽ കാവൽ നിന്ന പട്ടാളക്കാരൻ. നൂറുകണക്കിന് ചൈനക്കാർ കയറി വന്നു. ഒറ്റയ്ക്ക് ഷേർ താപ്പ ഏതാണ്ട് 155 പേരെ വെടിവെച്ച് വീഴ്ത്തി. എന്നിട്ട് വീരചരമം പ്രാപിച്ചു. മഹാവീര ചക്രം കൊടുത്ത് രാജ്യം ആദരിച്ച സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട്, ഷേർ താപ്പ മെമ്മോറിയൽ. ചൈനയുടേതാണ് എന്ന് പറഞ്ഞ് അവർ അവകാശവാദം ഉന്നയിച്ച് പേരിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പോയി പണി നോക്കട എന്ന് പറഞ്ഞ് ഇന്ത്യ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പിൽ ആ സ്ഥലം നമ്മുടേത്, ഇന്ത്യയുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപ്പാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ കാലത്താണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇനി വേറെ സ്ഥലമുണ്ട്, താങ്ല പാസ് എന്ന് പറഞ്ഞാൽ ചൈനീസ് യുദ്ധം ആരംഭിക്കുന്ന അവിടെ വെച്ചാണ്. ഇന്ത്യ ചൈന യുദ്ധം തുടങ്ങുന്നത് അവിടെയാണ്. നംകാച്ചു എന്ന് പറയുന്ന ഒരു താഴ്വര. ഈ താഴ്വരയുടെ ഏറ്റവും മുകളിലാണ് ഈ താങ്ല പാസ് പോകുന്നത്. അവിടെ ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ആ പ്രദേശം നമ്മൾ തിരിച്ചു പിടിച്ചു, നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഇന്ത്യൻ സർക്കാരുകൾ അത് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ ഭയന്നിരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നു. താങ്ല പാസ് ഇന്ത്യൻ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി പുതിയ മാപ്പ്, സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് 27 പ്രദേശങ്ങൾ, ചൈനക്കാരുടേതാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്ന 27 പ്രദേശങ്ങൾ പോയി പടി നോക്കട
മുട്ടി നോക്കാം, ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് ചൈനക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മാപ്പിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ചുട്ട മറുപടിയാണ്. ചുട്ട മറുപടി എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടോഗ്രാഫിക് മറുപടി എന്നുകൂടി പറയാം. കാർട്ടോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഈ മാപ്പൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിക്കാണ് കാർട്ടോഗ്രാഫിക് എന്നാണ് എൻ്റെ ഓർമ്മ. കാർട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഒരു മറുപടി കൂടി നമ്മൾ കൊടുത്തിരിക്കുന്നു. നീ ഇങ്ങനെ മാപ്പുണ്ടാക്കി കളിക്കുകയാണെങ്കിൽ ഞങ്ങളും മാപ്പുണ്ടാക്കും. ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെയാണ്. അത് ഒരു കാരണവശാലും ഒരു തരത്തിലും അരുണാചൽ പ്രദേശിൻ്റെ മേൽ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ അവകാശവാദങ്ങൾ വച്ചു പുലർത്താൻ സമ്മതിക്കില്ല എന്ന് ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പത്രത്തിൽ നിങ്ങളിത് വായിച്ചു? പറയില്ല. നരേന്ദ്രമോദിയുടെ സർക്കാർ ചൈനയോടെടുക്കുന്ന കടുത്ത നിലപാട് എന്നിത് പ്രകീർത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഇത് മുക്കിക്കളഞ്ഞു. 27 സ്ഥലങ്ങൾ നമ്മൾ മാപ്പുകളിൽ സ്ഥാപിച്ച് നമ്മൾ ഇന്ത്യ ചൈനയ്ക്ക് മറുപടി കൊടുത്തിരിക്കുന്നു. സെറ്റിൽമെൻറ്റുകളുണ്ട്, മലമ്പാതകളുണ്ട്, ജലാശയങ്ങളുണ്ട്, സ്മാരകങ്ങളുണ്ട്, സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, റിസാല, പുകൂർല, താഗ്ല തുടങ്ങിയ മലമ്പാതകൾ, സംബോ സരോവർ തടാകം, ഇതെല്ലാം ഈ പുതിയ മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 21 പ്രദേശങ്ങൾ കൂടിയുണ്ട്. 21 പ്രദേശങ്ങളുടെ പേരുകൾ ഞാൻ വായിക്കാം. പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമാവും. ഞാൻ അധികം ഇലാബറേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വ്യക്തമാവും. അതുകൊണ്ട് ഞാൻ പേരുകളൊന്ന് വായിക്കാം. ലോങ്ജു, മാജ, ബിസ, ബാരിക്കുണ്ടൻ, ചോട്ടാക്കുണ്ടൻ, ധൻബാരി, പ്രീത് നഗർ, ബുദ്ധ മന്ദിർ, ജയറാംപൂർ, തെരിത് നഗർ, റാം നഗർ, ജസ്വന്ത് ഘട്ട്, സാഗർ, പത്മ, ജ്യോതി നഗർ, വൈശാഖി, ചോട്ടാ റൂപക്, ബാറാ റൂപക്, ശിവാജി നഗർ, സൻപുര, കമലിംഗ് നഗർ തുടങ്ങിയ പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ മാപ്പിൽ ഇതാദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈന സാഗ്നാൻ അഥവാ ദക്ഷിണ ടിബറ്റ് എന്ന് പറയുന്ന മേഖലയാണ്. ടിബറ്റ് ഇവർ പിടിച്ചെടുത്തല്ലോ. ടിബറ്റ് ഇവർ പിടിച്ചെടുത്തപ്പോഴത്തേക്കാണ് ദലൈലാമ ഇങ്ങോട്ട് ഓടിപ്പോന്നു. നമ്മുടെ തലയിൽ കെട്ടിവെച്ച അമേരിക്ക CIA കെട്ടിവെച്ച ഒരു ബാധ്യതയാണ് ദലൈലാമ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വഷളായത് ദലൈലാമയ്ക്ക് നമ്മൾ ഇന്ത്യ അഭയം കൊടുത്തതുകൊണ്ടാണ്. നെഹ്റു ചെയ്ത ആനവ മങ്കത്തരമാണ്. അതോടുകൂടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം സങ്കീർണമായി മാറിയത്. കാരണം ഇവിടെ പ്രവാസ സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യ വിരുദ്ധമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. ഈ ദലൈലാമ അടങ്ങുന്ന നേപ്പാളി അല്ലെങ്കിൽ ടിബറ്റൻ സമൂഹത്തിൽ നിന്ന്. അത് മറ്റൊരു വിഷയമാണ്, നമുക്കതിലേക്ക് പിന്നീട് വരാം. ഏതായാലും 2021 15 സ്ഥലങ്ങളും 2023 11 സ്ഥലങ്ങളിലും ഇങ്ങനെ ചൈന മാപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടേതാണെന്ന് കാണിച്ച് ഈ കൽപ്പിത പേരുകൾ തള്ളി, ചൈന ഇട്ട പേരുകളൊക്കെ തള്ളിയിട്ട് നമ്മൾ മാപ്പ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മാത്രമല്ല നമുക്ക് മറ്റ് ചില കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡോക്ലാമിലും ഗാൽവാനിലുമൊക്കെ ചൈനീസ് പട്ടാളവും ഇന്ത്യൻ ആർമിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായി. നമ്മൾ നല്ല അതിശക്തമായി തിരിച്ചടിച്ചു. ചൈനീസ് പട്ടാളക്കാർ എത്ര ചത്തു എന്ന് ചൈന ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അമേരിക്ക പറയുന്നത് വേണ്ട 100-ലേറെ പേരെ ഇന്ത്യൻ പട്ടാളക്കാർ വെറും കൈകൊണ്ട് അടിച്ചു കൊന്നു എന്നാണ്. ഇന്ത്യ അതിശക്തമായി തിരിച്ചടിക്കും ചൈനക്കാരനാണെങ്കിലും എന്ന് നമ്മൾ തെളിയിച്ചു. ഇപ്പോൾ അതിർത്തിയിലെ റോഡുകളെ കുറിച്ച് പറയുമ്പോൾ 2014 മുതൽ 2000 വരെയുള്ള 6 വർഷം കൊണ്ട്, വെറും 6 വർഷം കൊണ്ട് 4764 കിലോമീറ്റർ റോഡാണ് നമ്മൾ അരുണാചൽ പ്രദേശിൽ ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. അരുണാചൽ പ്രദേശ് ചൈനയുടേതാണ് എന്ന അവകാശം ഉന്നയിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അങ്ങോട്ട് പോവില്ലായിരുന്നു. മോദി അങ്ങോട്ട് പോയി. എന്നിട്ട് 4764 കിലോമീറ്റർ റോഡുണ്ടാക്കി. അതിൽ 2089 കിലോമീറ്റർ ചൈനയുടെ അതിർത്തിയിലൂടെയാണ് ഉണ്ടാക്കിയത്. അവിടെ LOC അല്ല, LAC ആണുള്ളത്. LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, യഥാർത്ഥ നിയന്ത്രണത്തിലുള്ള വര എന്ന് പറയാം. അവിടെ 15,477 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മൾ 2089 കിലോമീറ്റർ അതിർത്തി റോഡ് ഉണ്ടാക്കിയത്. DSDBO റോഡ് 255 കിലോമീറ്റർ മോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയത്. ലഡാക്കിലെ ഏറ്റവും വടക്കൻ പോസ്റ്റിലേക്കുള്ള, സൈനിക പോസ്റ്റിലേക്കുള്ള ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡാണ് DSDBO റോഡ്. 255 കിലോമീറ്റർ നമ്മളുണ്ടാക്കി. ഉംലിംഗ് റോഡ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 19,024 അടി ഉയരത്തിലൂടെ പോകുന്ന മോട്ടോറബിൾ റോഡാണ്. പട്ടാള വണ്ടിക്ക് പോകാൻ പറ്റുന്ന റോഡാണ്.
NH 913 എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അരുണാചൽ ഫ്രോണ്ടിയർ ഹൈവേ ആണ്. 1748 അതിർത്തിയിലൂടെ നമ്മൾ ഉണ്ടാക്കി. അവിടെ വേണമെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ആ ഹൈവേയിൽ ഇറങ്ങും. ആ പാകത്തിൽ നമ്മൾ ഉണ്ടാക്കി. ബോംഡില ടു വിജയനഗർ LAC വഴി പോകുന്ന ടണൽ, അടൽ ടണൽ, സീല ടണൽ, 13,000 അടി ഉയരത്തിലുള്ള ഇരട്ട ടണലാണ് സീല ടണൽ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ നമ്മളുണ്ടാക്കി. ചൈനയുടെ അതിർത്തിയിലേക്ക് ഏത് സമയത്തും വേണമെങ്കിൽ പട്ടാളത്തെ എത്തിക്കാൻ വേണ്ടി. 2014 മുതൽ 2026 വരെയുള്ള 12 വർഷം കൊണ്ട് നടന്നതാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇക്കാലം അത്രയും ചൈനയുടെ അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്താതിരുന്ന സർക്കാരുകളുടെ നിലപാടുകളിൽ നിന്നും മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും മികച്ച റോഡുകൾ, ഏറ്റവും മികച്ച പാലങ്ങൾ, മലകൾ തുരന്നു തുരങ്കപാതകളൊക്കെ ഉണ്ടാക്കി ചൈനയുടെ അതിർത്തിയിലേക്ക്. പണ്ടത്തെ പോലെ 1962 പോലെ തിരിഞ്ഞോടാനല്ല ഇന്ത്യൻ ആർമി ഇന്നിപ്പോൾ ചൈനയുടെ അതിർത്തിയിൽ നിൽക്കുന്നത്. മുട്ടാൻ തന്നെയാണ്. ആരാണ് പ്രാപ്തരാക്കിയത് ചോദിച്ചാൽ എനിക്കൊരു മടിയുമില്ല പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ഇതൊക്കെ നമ്മുടെ ജൻസിക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലായിരിക്കും. കാരണം അവരിതൊന്നും അറിയുന്നില്ലല്ലോ. അവരുടെ ലോകം വേറെയാണ്. അവരോട് നമ്മളാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് കാര്യം. ഇനി മാത്രമല്ല, അതിർത്തിയിൽ നമ്മൾ ആയിരക്കണക്കിന് മീറ്റർ നീളത്തിലുള്ള പാലങ്ങൾ ഉണ്ടാക്കി. അതിൽ ചില പാലങ്ങൾ ക്ലാസ് 70 ആണ്. ക്ലാസ് 70 ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ടാങ്കുകൾ കടന്നു പോയാലും കുലുങ്ങാത്ത പാലങ്ങൾ. അത്തരം പാലങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അതുമാത്രമല്ല, നമ്മൾ നയാമ ഉൾപ്പെടെയുള്ള എയർഫീൽഡുകൾ ഉണ്ടാക്കി, ഹെലിപ്പാഡുകൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു യുദ്ധം വന്നാൽ ചൈനയ്ക്ക് സ്പോട്ടിൽ പണി കൊടുക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ലഡാക്ക് മുതൽ അരുണാചൽ മേഖലയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിർത്തിയിലെ റോഡുകൾ ഉണ്ടാക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും BRO എന്ന് പറയുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ബജറ്റ് വിഹിതം മോദി വന്നതിന് ശേഷം ഉയർത്തിയത് എത്രയാണെന്നറിയാമോ? 1%, 2%, 10%, 50% അല്ല, 392%. അതിർത്തിയിൽ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാനുള്ള ഏജൻസിക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 392% വർധനമുണ്ടാക്കിയിരിക്കുന്നു. 18,700 കോടി രൂപയാണ് BROയ്ക്ക് മാത്രം കൊടുക്കുന്നത്, കഴിഞ്ഞ വർഷം കൊടുത്തത്. അപ്പോൾ അതിർത്തിയിൽ ചൈനയ്ക്ക് ചുട്ട മറുപടി ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ പറയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകരും അറിയുന്നില്ല, നമ്മുടെ കുട്ടികളും അറിയുന്നില്ല. അവരോട് ആരും പറയുന്നില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ 12 വർഷം കൊണ്ട് എത്ര വലിയ മാറ്റമാണ്, എത്ര വലിയ വികസനമാണ്, എത്ര വലിയ ജാഗ്രതയാണ്, എത്ര വലിയ കരുത്താണ് രാജ്യത്തിന് നൽകിയതെന്ന് ആരും അവരോട് പറയുന്നില്ല. കുറ്റം നമ്മുടേതാണ്. ജൻസി ഇതൊക്കെ അറിയണം. യുവാക്കൾ അറിയണം. നമ്മുടെ ജനസംഖ്യയുടെ 25% യുവാക്കളാണ്. അവരെ അറിയിക്കാതെ നിങ്ങൾ മോദി എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നവർ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കുട്ടികളോട് പറയണം. ഇതൊരു അഭ്യർത്ഥനയാണ്. നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരുന്നില്ല 2014 മുമ്പ് എന്ന് അവരറിയണ്ടേ. പ്രിയമുള്ളവരെ, വെറുതെ സെൻസേഷണലായ വാർത്തകൾ അല്ലെങ്കിൽ പൈങ്കിളി വാർത്തകൾ കൊടുക്കാനല്ല ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ നമ്മൾ നടത്തുന്നത്. വളരെ ഗൗരവമുള്ള വാർത്തകൾ, രാജ്യം അറിയേണ്ടുന്ന, ജനങ്ങൾ അറിയേണ്ടുന്ന വാർത്തകൾ, അത് ഞങ്ങൾ നിരന്തരം എത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ അത് ചെയ്യണം.